എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ഏപ്രിൽ മെയ് മാസത്തിൽ നടന്ന 4 10th ലെവൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ച ഭരണഘടനാ ചോദ്യങ്ങളാണ്. അതിൻ്റെ ഒരു ട്രെൻഡ്, അത് ഏത് രീതിയിൽ വന്നു, ഏതൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ നിന്നും ഇനി വരാവുന്ന CPO, VFA, 10th ലെവൽ പ്രിലിംസ്, ഇതിനെല്ലാം ഈ ഒരു ട്രെൻഡിൽ തന്നെയായിരിക്കും ഭരണഘടനാ ചോദ്യങ്ങളുടെ സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് കൃത്യമായി പഠിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ലെവലാണോ, ഡയറക്റ്റ് ആണോ, ഏതൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതാത് ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യനുകളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ, നമുക്കറിയാം ഇന്ത്യൻ കരട് സമിതി എന്ന് പറയുമ്പോൾ ഡ്രാഫ്റ്റ് സമിതി അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ബി, ഡോക്ടർ BR അംബേദ്കർ. ഇതാണ് ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ. നമുക്കറിയാം എപ്പോഴും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ചോദ്യങ്ങൾ കൃത്യമായി ഉണ്ടാകാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഇതും വീണ്ടും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഓപ്ഷൻ ബി, 1946 ഡിസംബർ 9. നമുക്കറിയാം ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഈ 2 ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്തിന്? 10th ലെവൽ ചോദ്യങ്ങൾക്ക്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടനാ ഭേദഗതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അതിൽ ഭരണഘടനാ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ പാർലമെന്റിനാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്, പാർലമെന്റ്. അപ്പോൾ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ സാധിക്കുന്നത്? 368 വകുപ്പ് പ്രകാരമാണ്. ആർക്കാണ് അതിനുള്ള അധികാരം? ഇന്ത്യൻ പാർലമെന്റിന്. 4ാമത്തെ ചോദ്യം, നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ ബി ആണ്, 6. നമുക്കറിയാം സ്വത്തവകാശത്തെയും മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ നമ്മുടെ മൗലികാവകാശങ്ങൾ എത്ര എണ്ണമായി മാറി? 6 മാറി. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 6. മൗലികാവകാശങ്ങൾ 10th ലെവൽ സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പഠിക്കണം. അപ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണം 6. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. നമുക്കറിയാം 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യൻ കടമെടുത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ഒരു മെയ് മാസത്തിൽ നടത്തിയ പരീക്ഷകളിൽ ഒരു ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് ഇതെല്ലാം. അതിനുശേഷം നമുക്ക് അടുത്ത ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, റഷ്യ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ട ഒരു ചോദ്യം തന്നെയാണ് കടമെടുത്ത ആശയങ്ങൾ. അതിൻ്റെ അതേ രീതിയിൽ തന്നെ മറ്റൊരു ചോദ്യമായി ആ കടമെടുത്ത ആശയങ്ങൾ എന്ന ഭാഗത്തു നിന്ന് തന്നെ അടുത്ത ചോദ്യം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കണം? നമ്മൾ ആ കടമെടുത്ത ആശയങ്ങൾ എന്നുള്ളത് 10th ലെവൽ പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്.
അപ്പോൾ അതിലെ ചോദ്യമാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, റഷ്യ. കഴിഞ്ഞ ചോദ്യത്തിലും നമ്മൾ കണ്ടത് അതുതന്നെയായിരുന്നു. റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടമെടുത്ത മറ്റൊരാശയം, മൗലിക കടമകളാണ് ചോദ്യത്തിൽ ചോദിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും ചോദിച്ചിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം, അതും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? റഷ്യയിൽ നിന്ന് തന്നെയാണ്. അടുത്ത ചോദ്യം, അടുത്തത് ഒരു ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാവുന്ന ഒരു കാര്യം, രാജ്യസഭ ലോകസഭ അവയുടെ 2 ഫീച്ചേഴ്സാണ് ഇതിൽ തന്നിരിക്കുന്നത്. അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. ഇത് കണ്ടാൽ ഉറപ്പായും ഉടനെ നമുക്ക് മനസ്സിലാകും അത് രാജ്യസഭയാണ്. അപ്പോൾ 1 ഏതിനോട് ചേരും? ബിയോട് ചേരും. ഓപ്ഷൻസ് നോക്കുക. 1 ബി ആയിട്ടുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ഹൗസ് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഹൗസ് ഓഫ് ദി പീപ്പിളിന്റെ ഹൗസ്, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വരുന്ന സഭ ഏതാണ്? ലോകസഭ. അപ്പോൾ ഹൗസ് ഓഫ് ദി പീപ്പിൾ ഡി വരുന്നത് ലോകസഭ. 4 ഡി ആയി വരുന്ന ഒറ്റ ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ 1 ബിയും 4 ഡി ആയും വരുന്ന ഓപ്ഷൻസ് ഒറ്റയടിക്ക് നമുക്ക് എഴുതാം. ബാക്കി ഓപ്ഷൻസ് നോക്കണമെന്ന് തന്നെയില്ല. പിന്നെ വേറെ ഒറ്റ ഓപ്ഷൻസിലും 1 ബിയും 4 ഡിയുമായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായി കണ്ടുപിടിക്കണം. ബാക്കി മുഴുവൻ വായിച്ചിരിക്കാതെ ഒറ്റയടിക്ക് ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാനായി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഉത്തരം ഓപ്ഷൻ എ വകുപ്പ് 58. അതാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അടുത്ത ചോദ്യം, 25ാമത്തെ ചോദ്യം ഒരു ചേരുംപടി ചേർക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് അതിൽ ശരിയായ ഓപ്ഷൻസായി വരുന്നത്. 91ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്താണ് മാറ്റിയിട്ടുള്ളത്? മന്ത്രിമാരുടെ എണ്ണം ലോകസഭാംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. നമുക്കറിയാം ലോകസഭാംഗങ്ങളുടെ എണ്ണത്തിൽ 15% കൂടാൻ പാടില്ല. എന്താണ്? കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം. അതുപോലെ തന്നെയാണ് നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ 15% കവിയാൻ പാടില്ല. എന്ത്? നമ്മുടെ നിയമസഭയെ അഥവാ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണവും. അത് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ കേരളത്തിൽ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? 140 അംഗ നിയമസഭയിലെ 15% എന്നുള്ള 21 അംഗ മന്ത്രിസഭയാണ് മെയ് 18-ാം തീയതി നമ്മുടെ കേരളത്തിൽ അധികാരമേറ്റത്. അപ്പോൾ അതിൻ്റെ ഭേദഗതി എന്ന് പറയുന്നത് 91ാം ഭരണഘടനാ ഭേദഗതി, മന്ത്രിമാരുടെ എണ്ണം ലോകസഭാംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. അപ്പോൾ എ എന്നുള്ളത് 3ാമത്തെ ഓപ്ഷനാണ്, 3ാമത്തെ ഇതുമായാണ് യോജിക്കുന്നത്. അപ്പോൾ A3 എന്ന് പറയുന്നത് 2 ഓപ്ഷൻസിലുണ്ട്. ഇനി അടുത്തത് നോക്കാം. 74ാം ഭരണഘടനാ ഭേദഗതി നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ച ഭേദഗതിയാണ് 74ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി 86ാം ഭരണഘടനാ ഭേദഗതിയിൽ നമുക്കറിയാം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭേദഗതിയാണ് 86ാം ഭരണഘടനാ ഭേദഗതി. പിന്നെ D4. അപ്പോൾ അത്രയും അതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏത്? ഭരണഘടന നിഷ്കരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏത്? അതായത് തെറ്റായത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ. ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം. പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഇല്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ അതിൽ വ്യവസ്ഥകളിൽ പെടാത്തത് ഏതെന്ന് പറയുമ്പോൾ 3 തെറ്റായുള്ള ആൻസറാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ 3 തെറ്റായിട്ടുള്ള ആൻസർ 2 A, Bയും Cയും ഉണ്ട്. അപ്പോൾ ഇനി
ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പു നൽകുക. ജഡ്ജിമാരുടെ കാലാവധിയുണ്ട്. അപ്പോൾ 3 മാത്രമാണ് അതിൽ തെറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഏവ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയുടെ വകുപ്പ് 243K വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരാണ് വഹിക്കുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്. എന്നാൽ സംസ്ഥാന നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പോൾ ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പോൾ 2 തെറ്റാകുമ്പോൾ 1 ശരിയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. 1, 2 എന്നത് ശരി തെറ്റാണ്. 3 മാത്രം ശരിയാണ് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. അടുത്തത്, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. ഭരണഘടനാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു 1. ഓപ്ഷൻ 1 ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതും ശരിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തെറ്റാണ്. ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ചോദ്യത്തിൽ പറഞ്ഞ അതാണ്. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 എന്നിവ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലിക അവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ്. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്. അപ്പോൾ വീണ്ടും നമ്മൾ കണ്ടു, കഴിഞ്ഞ ചോദ്യത്തിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിന്നുള്ള ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. മൗലിക അവകാശത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് പുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇത് നമ്മുടെ ഏപ്രിൽ മാസത്തിൽ നടന്ന APO എന്ന പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ എല്ലാം 10th ലെവൽ എന്ന പരീക്ഷകളിൽ ഈ ഒരു മാസത്തിനുള്ളിൽ നടന്ന 4 ചോദ്യപേപ്പറുകളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലെല്ലാം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, മൗലികാവകാശങ്ങൾ, ഭരണഘടനാ ഭേദഗതി ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായും ഇനിയുള്ള പരീക്ഷകളിൽ ഈ നടന്ന ചോദ്യപേപ്പറുകൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായും ശ്രമിക്കുക. അപ്പോൾ മൗലിക അവകാശത്തെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഓപ്ഷൻ സി, ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ. അടുത്ത ചോദ്യം, രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചോദ്യപേപ്പറിലെ ചോദ്യം കണ്ടു. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഇപ്പോൾ വീണ്ടും രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. വിവേചനാധികാരത്തിൽ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ പലതുണ്ട്. വിവേചനാധികാരത്തിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, അത് വിവേചനാധികാരമല്ല. ബാക്കി 3ഉം രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങളാണ്. മന്ത്രിസഭാ ഉപദേശം സ്വീകരിക്കാതെ തിരിച്ചയക്കൽ, പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ, അതായത് ധനബിൽ ഒഴികെയുള്ള ബില്ലുകൾ ഒപ്പിടാതെ കൈവശം വയ്ക്കൽ അഥവാ തിരിച്ചയക്കൽ, പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും അഥവാ മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കൽ. ഇതെല്ലാം ഈ 3 കാര്യങ്ങളും രാഷ്ട്രപതിയുടെ വിവേചന അധികാരങ്ങളാണ്. എന്നാൽ ഉത്തരം ഓപ്ഷൻ എ ആണ്. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ എന്നുള്ളത് രാഷ്ട്രപതിയുടെ വിവേചനാധികാരമല്ല.
അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയിരിക്കുന്നത്? ഇത് നമുക്കറിയാം, കൃത്യമായി നമ്മുടെ SCERTയിൽ കൊടുത്ത അതേ ചോദ്യമാണ്, അല്ലെങ്കിൽ അതേ പാറ്റേൺ ആണ് SCERTയിൽ കൃത്യമായി ടേബിൾ വരച്ച് ഭരണഘടനയുടെ ചാപ്റ്ററിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതിൽ നിന്നുള്ള ചോദ്യമാണ്. ശരിയായത് ക്രമപ്പെടുത്തുക, യൂണിയൻ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ നോക്കുക, പോലീസ്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താണ് പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലെ ഒരു കാര്യമാണ്, പിന്നെ അത് വായിക്കേണ്ട. നെക്സ്റ്റ്, പ്രതിരോധം യൂണിയൻ ലിസ്റ്റാണ്. ആണവോർജം യൂണിയൻ ലിസ്റ്റാണ്. തുറമുഖങ്ങൾ യൂണിയൻ ലിസ്റ്റാണ്. വിദേശകാര്യം യൂണിയൻ ലിസ്റ്റാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പാർലമെന്റിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. കാരണം നോക്കിയാൽ അറിയാം, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് ലോകസഭ. അത് തെറ്റായതാണ്. ഉപരിസഭ ഏതാണ്? രാജ്യസഭയാണല്ലേ. സ്പീക്കർ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. തെറ്റാണ്. അപ്പോൾ 3ഉം 4ഉം തെറ്റ്, 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും ഉള്ള തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഉത്ഭവാധികാരമാണ് അതിൻ്റെ ആൻസർ. ആർട്ടിക്കിൾ 131 പ്രകാരമുള്ള അധികാരമാണ് സുപ്രീം കോടതിയുടെ അധികാരം. അപ്പോൾ അതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ പെടാത്തത് ഏത്? വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വീണ്ടും ചോദ്യങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയുമാണ്. അപ്പോൾ ഉറപ്പായും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഭരണഘടനയിൽ നിന്ന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സും വരാൻ കൂടുതലാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് കൃത്യമായി മന്ത്രിസഭയുടെയൊക്കെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഉറപ്പായും അതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് ഉറപ്പായും നമ്മുടെ മന്ത്രിസഭയും നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉറപ്പായും ചോദിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. കാണാത്തവർ അത് ഉറപ്പായും കണ്ട് അതിലെ കോഡിലൂടെ കേട്ട് പഠിക്കാനായി ശ്രമിക്കുക. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രാദേശിക ഗവൺമെൻറ് അഥവാ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല അല്ല. നമ്മൾ നേരത്തെ ഇതേ ചോദ്യം വന്നിരുന്നു. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൃത്യമായിട്ട് പഠിക്കാനായി ശ്രമിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി. ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രായപൂർത്തി വോട്ടവകാശം. നമുക്കറിയാം, എല്ലാവർക്കും പ്രായപൂർത്തി വോട്ടവകാശം 18 വയസ്സാക്കിയ ഇതാണ് ഐക്യകണ്ഠേന പാസാക്കിയത്. അടുത്ത ചോദ്യം, 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. 42ാമത് ഭരണഘടനാ ഭേദഗതി നമ്മൾ നേരത്തെ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളതാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഭേദഗതികൾ കൃത്യമായി പഠിക്കുക. പ്രത്യേകിച്ച് 42ാമത് ഭരണഘടനാ ഭേദഗതി ഇന്ത്യയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭേദഗതിയാണ് 42ാമത് ഭരണഘടനാ ഭേദഗതി.
അതിൽ ആമുഖത്തിൽ കൂട്ടിച്ചേർ 3 വാക്കുകൾ കൂട്ടിച്ചേർ. ഇതും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിൽ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. ഉത്തരം ഓപ്ഷൻ എ ആണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഈ 3 വാചകങ്ങളാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടനാ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വീണ്ടും വന്നു നമ്മുടെ ഭരണഘടനാ ഭേദഗതികൾ. സ്വത്തവകാശങ്ങൾ ഏത് പ്രകാരമാണ്? അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സ്വത്തവകാശം ഏത് ഭേദഗതി പ്രകാരമാണ്? മൗലികാവകാശമല്ലാതെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1976-ലെ 42-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെന്റ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. തെറ്റായ പ്രസ്താവന ഇതാണ്. കാരണം നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞു 42-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ ചോദ്യവും നമുക്ക് ആൻസർ ചെയ്യാനായി സാധിക്കും. കാരണം സ്വത്തവകാശം ആ 42-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയല്ല മൗലികാവകാശങ്ങളെ നീക്കം ചെയ്തത്. ഏത് ഭേദഗതിയിലൂടെയാണ്? 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നീക്കം ചെയ്തത്. അപ്പോൾ ബാക്കി 3 കാര്യങ്ങളും ശരിയായതാണ്, ഇതാണ് തെറ്റായത്. അപ്പോൾ ഈ ഭേദഗതികൾ കൃത്യമായി പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായും ശ്രമിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏത്? പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരണം. അതെന്താണ്? അത് പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ബാക്കി 3ഉം ത്രിതല സംവിധാനം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം, 33% വനിതാ സംവരണം, ഇതെല്ലാം നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരണം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡിയെ കണ്ടെത്തുക. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡിയെ കണ്ടെത്തുക. നമ്മൾ മുൻ ക്വസ്റ്റ്യനുകളിൽ കണ്ടു, ഇത് തന്നെ ചോദ്യം. അതൊരു ടേബിൾ ആയിട്ട് തന്നിരിക്കുന്നു, ഇത് ടേബിൾ അല്ലാതെ തന്നിരിക്കുന്നു. അതുമാത്രമാണ് ഇതിൽ നിന്നുള്ള വ്യത്യാസം. കേന്ദ്ര പട്ടിക യൂണിയൻ ലിസ്റ്റിൽ പെട്ടതാണോ പോലീസ്? അല്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പം അത് തെറ്റാണ്. സംസ്ഥാന പട്ടിക, സമാവർത്തി പട്ടിക, അവശിഷ്ടാധികാരങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. സമാവർത്തി പട്ടിക അഥവാ കൺകറന്റ് ലിസ്റ്റ്, വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. സംസ്ഥാന പട്ടികയിൽ ദേശീയപാതകൾ വരുമോ? ഇല്ല. അവശിഷ്ടാധികൾ, വിദേശകാര്യ, മൃഗസംരക്ഷണം, കറൻസി, ഇതെല്ലാം അല്ല. ശരിയായ ഉത്തരം ഏതാണ്? കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, ഇതെല്ലാം SCERTയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്, നേരിട്ട് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് പഠിക്കാനായി ശ്രമിക്കുക. നമ്മുടെ SCERTയുടെ ആ ചാപ്റ്റർ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായി ശ്രമിക്കുക. നമ്മൾ SCERTയുടെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ നൽകുന്നതായിരിക്കും. അതിനായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വീണ്ടും രാജ്യസഭയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇതെല്ലാം തന്നെ SCERTയുടെ നമ്മുടെ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ ആമുഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ചാപ്റ്ററിൽ. ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷതകളും മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും, അതേപോലെ തന്നെ ഇന്ത്യയുടെ നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാജ്യസഭ, ലോകസഭ, പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ എത്ര ചോദ്യങ്ങൾ ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഭരണഘടനാ ഭേദഗതികൾ, ഇതെല്ലാം തന്നെ ഈ ഒരൊറ്റൊരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം എന്നുള്ള ചാപ്റ്റർ ഞാനിപ്പോൾ ഈ 4 ചോദ്യപേപ്പറുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്.
നമ്മൾ അതിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനായി നമ്മുടെ ചാനൽ ഇതുവരെ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ ഉറപ്പായും ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതിലെ 25ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 25 ഓപ്ഷൻ സി ആണ്. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 5 വർഷമാകുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ബാക്കി 3 രാജ്യസഭ സ്ഥിരം സഭയാണ്, ഉപരിസഭയാണ്, സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അത് 3 ശരിയായതും ഓപ്ഷൻ സി ആണ് തെറ്റായ ഉത്തരം. അടുത്ത ചോദ്യം, 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. ഇതുമായി ബന്ധപ്പെട്ടതാണ് 2023 നടന്ന ഈ 106ാമത് ഭരണഘടനാ ഭേദഗതി. പക്ഷേ ഇത് പൂർണ്ണമായും നിലവിൽ വന്നിട്ടില്ല. കാരണം ഇതിന് ശേഷം നടക്കുന്ന സെൻസസും നമ്മുടെ മണ്ഡല പുനർനിർണയത്തിനും ശേഷമായിരിക്കും ഇത് പൂർണ്ണമായും നിലവിൽ വരിക. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം, ഇത് പുതുതായി വന്ന ഭരണഘടനാ ഭേദഗതി, അതായത് കറണ്ട് അഫയേഴ്സും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടനയെ നിർമ്മിച്ചത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇത് രണ്ടും ശരിയാണ് അല്ലേ? ഇനി അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഭരണഘടനകൾ നിർമ്മിച്ചത്. അത് തെറ്റാണ്. അപ്പോൾ 3 തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയായ. ഓൺലി 1 and 2 ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ. നമ്മുടെ ഈ 4ാമത്തെ ചാപ്റ്റർ, അതായത് 9th സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ചാപ്റ്റർ, ഏറ്റവും ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്നാണ് നമുക്ക് ഈ ചോദ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അതുകൂടാതെ ചില ടോപ്പിക്കുകളും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കൃത്യമായി അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ഭരണഘടന, ഇനിയിപ്പോൾ 10th ലെവലാകുമ്പോൾ നമുക്കറിയാം ഭരണഘടന മുഴുവനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതിലെ സെലക്റ്റഡ് ടോപ്പിക്സൊക്കെയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോഴറിയാം ഒരു ട്രെൻഡ്. കാരണം വരുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ് വീണ്ടും അടുത്ത പരീക്ഷകൾക്കും വന്നിരിക്കുന്നത്. 4 പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയത്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ, പിന്നെ 2 ദിവസങ്ങളായി നടന്ന അറ്റൻഡർ മെയിൻസിന് പരീക്ഷ, പിന്നെ ഒരു CPO. ഈ ഒരു മാസത്തിനുള്ളിൽ നടന്ന 4 പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ട്രെൻഡാണ് നമ്മളിവിടെ പറഞ്ഞത്. അതിൽ നിന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭരണഘടനയുടെ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ നമ്മൾ അടുത്ത് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇലക്ഷൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. അതും ഉറപ്പായും വരാവുന്ന ഒരു ചോദ്യങ്ങളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.